നമസ്കാരം. മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ക്ലീനിങ് സ്റ്റാഫായ ചിന്നയ്യ കുറച്ച് നാളുകൾക്ക് മുന്നേ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് വീരേന്ദ്ര ഹെഡ്ഗെ എന്ന പെർഗഡെ കുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുതിർന്ന ആളായ വീരേന്ദ്ര ഹെഡ്ഗെ കുറച്ച് കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം ആ കൊലപാതകങ്ങൾ മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് നേത്രാവതി നദിയുടെ സമീപത്ത് കൊണ്ടുവന്ന മൃതശരീരങ്ങൾ കുഴിച്ചിടുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായ ചിന്നയെ നിയോഗിച്ചു എന്നാണ് ചിന്നയ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത്. അന്ന് എല്ലാവരും ഞെട്ടിത്തെറിച്ച ഒരു വാർത്തയായിരുന്നു അത്. പിന്നീടാണ് അറിഞ്ഞത് അതിൻ്റെ പിന്നിൽ ഒരു വൻ ഗൂഢാലോചന തന്നെയുണ്ട് എന്ന്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. നടൻ പ്രകാശ് രാജ് തന്നെ നിർബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തതാണ് എന്ന രേഖാമൂലം തന്നെ കോടതിയിൽ ചിന്നയ്യ സമർപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഹേഷ് ഷെട്ടി, തിമ്മരോടി, ഗിരീഷ് മട്ടന്നവർ, യൂട്യൂബർ ആയിട്ടുള്ള സമീർ എന്നിവരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യവും കൂടി പറയാനുള്ളത്, ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ചിലത് കേരളത്തിൽ നിന്നാണ് പോയിട്ടുള്ളത് എന്നാണ്. ലോറി ഉടമയായ മനാഫ് ഇപ്പോഴും തൻ്റെ പഴയ വാദഗതികളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. അങ്ങനെ വാദഗതികൾ ഉറച്ചു നിന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും മനാഫിന് ഇതുമായി വളരെയധികം അടുത്ത ബന്ധമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗൂഢാലോചനകൾ ചുരുളഴിയേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രകാശ് രാജ് ഇതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ രീതിയിലുള്ള റോൾ എടുത്തിട്ടുണ്ട് എന്നതാണ്. പ്രകാശ് രാജിനെ കുറിച്ച് നേരത്തെയും തമിഴ്നാട്ടിലടക്കം നിരവധിയായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം ഒരു മതപരിവർത്തന ലോബിയുടെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ളൊരു ലോബിയുടെ ഒരു വളരെ കൃത്യമായിട്ട് വളരെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആളാണ് പ്രകാശ് രാജ് എന്നതാണ് അവിടെ പല ആൾക്കാരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ചില സോഴ്സുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോഴും ആ മൃതശരീരം ഒക്കെ ക്രിസ്ത്യൻ രീതിയിലായിരുന്നു മറ്റ് കാര്യങ്ങൾ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തിയത്. എന്തായാലും പ്രകാശ് രാജിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ ലോറി ഉടമ മനാഫ് ഇപ്പോഴും തൻ്റെ പഴയ വാദഗതിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ചില ഗൂഢാലോചനകൾ, വളരെ ശക്തമായ ഗൂഢാലോചനകൾ, ഒരു പക്ഷേ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ചില സഹായങ്ങൾ കൂടി ഇതിന് കിട്ടിയിട്ടുണ്ടാകാം എന്ന് സംശയിച്ചാൽ പോലും അതിന് യാതൊരു തരത്തിലുള്ള കുറ്റവും പറയാൻ പറ്റില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ രീതിയിൽ തന്നെയാണ് എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രാജ്യത്തിൽ തന്നെ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നത് എന്നത് നമ്മെ അത്യന്തം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് നേരെ ഇങ്ങനെയൊക്കെ കെട്ടിച്ചമച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം നിരവധിയായ മനുഷ്യരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നത്, അവരുടെ ആശ്വാസങ്ങളെ, അവരുടെ ജീവിതത്തെ ഒക്കെ കളങ്കപ്പെടുത്തുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായി കൂടി അതിനെ കണക്കാക്കേണ്ടതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഓരോന്നും പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെ തീർച്ചയായും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികൾക്ക് കർശനമായ വളരെ കൃത്യമായ ശിക്ഷ തന്നെ, നിയമപരമായ എല്ലാ ശിക്ഷകളും മാതൃകാപരമായി തന്നെ നൽകേണ്ടതുമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കും. ഇനിയും കൂടുതൽ പ്രതികൾ ഇതിൽ വരേണ്ടതുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി പോകേണ്ടത്. അത് നമുക്ക് കടൽ കടന്ന് പശ്ചിമേഷ്യയിലേക്ക് പോകണം. അമേരിക്കയെ കുറച്ച് നാളുകളായിട്ട് മറ്റ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഒരു വിശ്വാസവുമില്ല. പ്രത്യേകിച്ചും ട്രംപിൻ്റെ നിലപാടുകൾ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. മധ്യേഷ്യയുടെ രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി അറേബ്യ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളൊക്കെയും അമേരിക്കയെ വിശ്വസിച്ച് പല കാര്യങ്ങളും ചെയ്തുവെങ്കിലും അമേരിക്കയെ വിശ്വസിച്ചത് കൊണ്ട് ഇറാൻ്റെ കയ്യിൽ നിന്നുള്ള അടി കിട്ടി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും അതുകൊണ്ടുണ്ടായിട്ടില്ല. നിരന്തരമായിട്ടുള്ള ആക്രമണമാണ് UAEക്ക് നേരെ നടത്തിയത്. എങ്കിൽ കൂടിയും ഈ ആക്രമണത്തിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു സഹായവും UAEക്ക് ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10 മില്യൻ്റെ ഒരു കരാറുമായി ഇറാനുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് UAE ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3 മില്യൺ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഉടനടി തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യും എന്നാണ് കേട്ടത്. എന്തായാലും അമേരിക്ക ആകെ ഉടഞ്ഞിരിക്കുകയാണ്, ഇടിവ് തട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേലും ഉടൻ തന്നെ അമേരിക്ക കാലുമടക്കി പുറത്തേക്ക് അടിച്ച് കളയും എന്നുള്ള രീതിയിലാണ്.
നീക്കങ്ങളാണ്. അമേരിക്ക ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റോട് കൂടി ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മുനീറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ അടുത്ത സമയത്ത് വന്ന തെളിവുകൾ, അതായത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള നിരീക്ഷകരടക്കം പറഞ്ഞത് ട്രംപിനും മുനീറിനും തമ്മിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട്, കച്ചവട ബന്ധങ്ങൾ ഉണ്ടെന്നാണ്. അതിൽ ചില ഇൻവെസ്റ്റ്മെന്റുകൾ പാകിസ്ഥാനിൽ പോലും ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. എന്തായാലും ട്രംപിന്റെ ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ വളരെയധികം സംശയാസ്പദമാണ്. അതോടൊപ്പം തന്നെ ഗ്രീൻലാൻഡിലൊക്കെ ട്രംപ് നടത്തിയ നീക്കങ്ങൾ കൊണ്ട് തന്നെ യൂറോപ്പ് തന്നെ ട്രംപിനെ കൈയൊഴിഞ്ഞ മട്ടാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായും അമേരിക്ക ഉടൻ തന്നെ കടപുഴകി വീഴാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ചൈനയുടെ അടുത്തേക്ക് പോയപ്പോൾ ചൈന തന്നെ നേരത്തെയൊക്കെ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് അമേരിക്കയെ സമീപിക്കുന്നത് എങ്കിൽ, പക്ഷേ ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ പറഞ്ഞത് അമേരിക്ക ഒരു വയസ്സൻ സമ്പദ് വ്യവസ്ഥയാണ്, തങ്ങൾക്ക് അമേരിക്കയുമായി സഹകരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നതാണ്. എന്തായാലും അമേരിക്ക ഇന്ത്യയോടും കൂടി ചൊറിഞ്ഞതോടുകൂടി UN തന്നെ വളരെ കൃത്യമായി വളരെയധികം കാർക്കശ സ്വഭാവത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അമേരിക്കയ്ക്കെതിരെ സംയുക്തമായി അന്തർദേശീയ തലത്തിൽ വളരെയധികം ശക്തമായ നീക്കങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. ഇനി അധിക കാലമൊന്നും ട്രംപിന് അവിടെ വാഴാമെന്ന് തോന്നില്ല. ഒന്നുകിൽ ഒരു ഭരണമാറ്റമെങ്കിലും അമേരിക്കയിൽ ഉണ്ടായില്ല എങ്കിൽ അമേരിക്കയ്ക്ക് കനത്ത വില തന്നെ നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.